നമസ്തേ. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ രാഹുവിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. രാഹുവിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ 180 ഡിഗ്രിയിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പോയിൻ്റാണ്, ബിന്ദുവാണ്, അല്ലെങ്കിൽ ഛായാഗ്രഹമാണ് കേതു. അപ്പോൾ ഇന്ന് കേതുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കേതു എന്നതിന് സംസാരിക്കുമ്പോൾ പണ്ട് തന്നെ കൂടുതൽ ഗ്രന്ഥങ്ങളിലും രാഹുകേതുക്കളെക്കുറിച്ച് അധികം പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരുപാട് ജ്യോതിഷത്തിൽ തന്നെ ഹിന്ദു സംസ്കാരത്തിന് 33 മുക്കോടി ദൈവങ്ങളുള്ള പോലെ തന്നെ ജ്യോതിഷത്തിന് 33 മുക്കോടി ആചാര്യന്മാരുമുണ്ട്. അപ്പോൾ പല ഈ ജ്യോതിഷത്തിൽ കോൺട്രഡിക്ടറി വരാൻ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസ ഭാവങ്ങൾ വരാൻ കാരണം ഇതാണ്. ഓരോ ആചാര്യൻ്റെ ദർശനങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ കേതു എന്ന ഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് രസമുള്ള ഒരു ഗ്രഹമാണ്. രാഹു എന്നൊരു ഗ്രഹം അല്ലെങ്കിൽ രാഹു എന്ന ഛായാഗ്രഹം രാത്രി 12 മണിയെ സൂചിപ്പിക്കുന്നു എന്ന് വയ്ക്കുക. രാത്രി 12 മണി, അതായത് അതിഭയങ്കരമായ ഇരുട്ട് സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് വയ്ക്കുക. കേതു എന്ന ഗ്രഹം സന്ധ്യാസമയത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ്. അത് മോർണിംഗ് സന്ധ്യ ആവാം, ഈവനിങ് സന്ധ്യ ആവാം. സന്ധ്യാസമയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ പ്രകാശം നശിച്ചിട്ടില്ല എന്നർത്ഥം. കേതു പൂർണ്ണമായ ഒരു പാപനല്ല എന്നർത്ഥം. കേതു പാപനാവുന്നത് ചില പാപഗ്രഹങ്ങളുടെ കൂടെ നിന്നാൽ പാപത്വം വരും. എന്നാലും കേതുവിന് സൂക്ഷ്മത്തിൽ ചെറിയ ശുഭത്വമുള്ള ഗ്രഹമാണ്. ഇതാണ് അതിൻ്റെ ഒരു സാങ്കത്യം. രാത്രി 12 മണിയാണ് രാഹു, പക്ഷെ സന്ധ്യാസമയത്തെയാണ് കേതു. ചെറിയ പ്രകാശമുള്ള ഗ്രഹമാണ് കേതു. രാഹുവിനെ നമുക്ക് രാഹുകാലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ കേതുവിന് നിങ്ങൾ അങ്ങനെ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. കേതുവിനൊരു കാലമില്ല. കേതു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. കേതുവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ അശ്വതി മുതൽ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം. ഇതാണ് ആദ്യത്തെ ഒരു 9 നക്ഷത്രങ്ങൾ. തുടർച്ചയായിട്ട് വീണ്ടും അതേ 9 നക്ഷത്രങ്ങളെ അങ്ങനെ 3 പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ടാണ് 27 നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ അശ്വതി എന്ന് പറയുന്ന ആദ്യ നക്ഷത്രവും മകം എന്ന് പറയുന്ന രണ്ടാം ചുറ്റിലെ ആദ്യത്തെ നക്ഷത്രവും, അതായത് 10ാമത്തെ നക്ഷത്രം. 9 നക്ഷത്രങ്ങൾ തുടർച്ചയായി വരും. വീണ്ടും ഇതേ ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വീണ്ടും 9 ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ വരും. തുടർച്ചയായിട്ട് അങ്ങനെ 3 റൗണ്ട് 9 ഗ്രഹങ്ങളാണ്. അപ്പോൾ അശ്വതി, മകം, മൂലം എന്ന് 3 നക്ഷത്രങ്ങളുടെ നാഥനാണ് കേതു. ഇതെന്തിനാണ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ സൃഷ്ടിച്ചു എന്ന് വെറുതെ നമുക്കൊന്ന് നോക്കാം. ജ്യോതിഷ സാങ്കത്യം നമുക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി നല്ലൊരു വിഷയമാണത്. അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ നാഥനാവാൻ ആദ്യ നക്ഷത്രമാണ് അശ്വതി. അവസാന നക്ഷത്രം രേവതിയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ആദ്യ നക്ഷത്രമാണ്. അതുതന്നെ അതിനെ അർത്ഥമാക്കുന്നത് ത്രിസന്ധ്യ അല്ലെങ്കിൽ സന്ധ്യാനേരം, മോർണിംഗ്, രാവിലെ നേരത്ത്, അതായത് ഉദയം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്, വർദ്ധിപ്പിക്കുന്നത്, സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി. ഈ കേതുവിൻ്റെ നക്ഷത്രമാവാൻ കാരണം കേതുവിൻ്റെ കാരകൻ ഗണപതിയാണ്. ദേവതാകാരകത്വം നോക്കുമ്പോൾ ഗണപതിയാണ് കാരകൻ. ഗണപതിയാണ് ആദി, അല്ലെങ്കിൽ തുടക്കം തരുന്നത് ഗണപതിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒരു ജീവൻ തുടങ്ങുന്നത് അശ്വതിയിലാണ്, അല്ലെങ്കിൽ കേതുവിലാണ്. അശ്വതി എന്ന് പറയുന്നതല്ല, കേതുവാണ് ജീവൻ തുടങ്ങാൻ കാരണം. കേതു ജീവൻ തുടങ്ങാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യ ചുവടാണ്. രണ്ടാമത് ശുക്ലകാരകനായ ശുക്രൻ, ഭരണി എന്ന നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം. മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക എന്ന് പറയുന്ന സൂര്യൻ, ആത്മകാരകനായ സൂര്യൻ. നാലാമത്തെ നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക കഴിഞ്ഞ രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. രോഹിണി എന്ന് പറയുന്നത് മനോകാരകനായ ചന്ദ്രൻ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. മകയിരം ചൊവ്വയുടെ നക്ഷത്രമാണ്. ദേഹകാരകനായ ചൊവ്വ, അഗ്നി, ദേഹം എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ആദ്യം എന്താ പറയുക, പരബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയുടെ സ്റ്റാർട്ട്, അതാണ് ഗണപതി. അവിടെ സ്റ്റാർട്ട് തുടങ്ങി അശ്വതിയിൽ.
ശുക്ലം ശുക്രനാണ്, ആത്മാവ് സൂര്യനാണ്, അതുപോലെ തന്നെ മനസ്സ് ചന്ദ്രനാണ്, ചൊവ്വ മകീര നക്ഷത്രം ദേവതയാണ്. തിരുവാതിര രാഹു നക്ഷത്രം, ഞരമ്പുകൾ, നാഡീഞരമ്പുകൾ, ഇടപിങ്കള അല്ലെങ്കിൽ സുഷുമ്ന എന്ന് പറയുന്ന സംവിധാനങ്ങൾ വരുന്നത് രാഹുവിലാണ്. എല്ലാം വന്നു. തിരുവാതിര നക്ഷത്രം കഴിഞ്ഞു. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രമാണ് നമുക്ക് സംരക്ഷണം എന്ന് പറയുന്ന സർവ എന്താ പറയുക, നമ്മളെ ചിന്ത അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ദൈവീകത വരുന്നത് പുണർദം നക്ഷത്രത്തിലൂടെയാണ്. ജീവൻ എന്ന് പറയുന്ന പൂർണ്ണത. മറ്റത് ആരംഭമാണെങ്കിലും ഒരു ജീവൻ്റെ ഒരു അവസ്ഥ വരുന്നത് ഓരോ മാസം കൂടിയാണ്. അത് 9 മാസമാണ് ജനിക്കാനെടുക്കുന്നത്. ആ 9 മാസത്തിൻ്റെ ഓരോ മാസത്തിൻ്റെ നാഥനും കൂടി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുണർദം ഗുരുവാണ്. പൂയം ആയില്യം എന്ന് പറയുന്ന ശനിയും ബുധനും. പൂയം എന്ന് പറയുന്ന ശനി കൈകാലുകളും, അതായത് കർമ്മശേഷി തരുന്ന ശനി. മറ്റത് ചിന്താശേഷി തരുന്ന ഗുരു. കർമ്മശേഷി തരുന്നത് ശനി എന്ന കൈകാലുകളൊക്കെ വരും. അതാണ് പൂയം. അത് കഴിഞ്ഞ് ആയില്യം 9-ാം മാസത്തിലാണ് നമുക്ക് ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്ന എല്ലാ അവസ്ഥയും വരുന്നത്. അപ്പോൾ അശ്വതി മുതൽ 9 നക്ഷത്രങ്ങളെ 9 മാസങ്ങളായും ആ 9 നക്ഷത്രങ്ങളുടെ വിധിയിലെ ആദ്യ നക്ഷത്രമായി അശ്വതി വരുന്നു. അശ്വതിയാണ് ഗണപതി, അല്ലെങ്കിൽ ഗണപതിനെയാണ് നമ്മൾ കേതുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കേതുവാണ് ഇതിൻ്റെ കാരകത്വം. അപ്പോൾ ആരംഭത്തെ പറഞ്ഞു, അതങ്ങനെയാണ് ആ ഓർബിറ്റ് കൊണ്ടുപോയത് ജ്യോതിഷത്തിൽ. അതുപോലെ തന്നെ കേതുവിൻ്റെ എന്തൊരു കാര്യവും വർദ്ധിപ്പിക്കാനും ആരംഭിക്കാനും കേതു ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതെങ്ങനെ നിൽക്കണമെന്ന് പറയാം. രാഹുവിനെ പോലെ വെറും ദോഷകാരകനല്ല ഇത് കേതു എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ രാശിചക്രം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു രസമുള്ള സബ്ജക്റ്റാണ്. രാശി എന്ന് പറയുന്നത് ചില ആളുകൾ പറയുന്നത് രാഹുവും ശിഖിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നാഗങ്ങൾ, പല സങ്കല്പങ്ങളിലും അങ്ങനെ തന്നെയാണ്. 2 നാഗങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഗോളത്തെ പോലെയാണ് അണ്ടകടാഹം നിൽക്കുന്നത് എന്നാണ്. അണ്ടകടാഹം മീൻസ് നമ്മൾ വിളിക്കുന്ന ആകാശഗംഗയല്ല, എന്താ പറയുക, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സങ്കല്പത്തിൽ നാഗങ്ങൾക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്. അപ്പോൾ 2 നാഗങ്ങളാണ് ഈ പ്രപഞ്ചത്തെ ചുറ്റി നിൽക്കുന്നത്. അതായത് കാലചക്രത്തിനെയാണ് നാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. കാലത്തെയാണ് രാഹുകേതുക്കൾ സങ്കല്പിക്കുന്നത്. കാലമാണ് നാഗങ്ങളായിട്ട് സങ്കല്പത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കേതു ആരംഭത്തിൽ വരുന്നതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് രാശിചക്രം എന്ന് പറയുന്നതും രാഹുവും ശിഖിയും ഓർബിറ്റ് ചെയ്യുന്നതാണ് എന്നൊരു സങ്കല്പമുണ്ട്. വിപരീത ദിശയിലാണ് അവർ സഞ്ചരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളെയും ടച്ച് ചെയ്തു പോകുന്ന ഒരു സങ്കല്പമാണ്. എപ്പോഴും അവർ ഓർബിറ്റിൽ ഗ്രഹങ്ങളെ തിരിച്ച് സഞ്ചരിക്കുന്നുണ്ട്. 180 ഡിഗ്രി തിരിച്ചാണ് അവർ രണ്ടുപേരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളെയും ഗ്രഹണം ചെയ്തു പോകുന്ന 2 ഗ്രഹങ്ങളാണ് കേതു. അപ്പോൾ കേതുവിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇനി കേതു ഓരോ ഗ്രഹങ്ങളുടെ കൂടെ നിന്നാലും ഉണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേതു ഗുരുവിൻ്റെ കൂടെ നിന്നാൽ ഖേടയോഗം എന്ന് പറയുന്ന ധനവർദ്ധനവും മറ്റ് ശുഭത്വങ്ങളുമാണ്. ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്ന കേതു വളരെ ശുഭനായിരിക്കും. രാഹു നിൽക്കുന്ന പോലെയല്ല. രാഹു ഗുരുവിനെ നശിപ്പിക്കും. പക്ഷേ കേതു ഗുരുവിൻ്റെ സദ്ഗുണങ്ങളെ വർദ്ധിപ്പിക്കും. സദ്ഗുണങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേതുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അത് ശുക്രൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ശുക്രൻ്റെ നമുക്ക് എന്താ പറയുക, ഇത് ലക്ഷറി കൂടുക ചെയ്യുക. ശുക്രൻ ലക്ഷറിയുടെ കാരകനാണ്, പ്രണയത്തിൻ്റെ കാരകനാണ്. ഇതെല്ലാം വർദ്ധിക്കും കേതു കൂടെ ചേരുമ്പോൾ. ബുധൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കും. അത് ഡിഗ്രി നോക്കണം. അല്ലാതെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിക്ക് ചന്ദ്രന് ബലക്കുറവും വരുന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് ചില ഭ്രമിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും. ഓവർ ബുദ്ധി ഉണ്ടാകുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ, നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നതൊക്കെ ഈ കേതു വല്ലാതെ അടുത്ത് വരുന്നതാണ്. ഒരു 8 ഡിഗ്രിക്ക് മുകളിൽ ബുധനുമായിട്ട് ബന്ധം വരുന്ന കേതു വളരെ നല്ല രീതിയിൽ ബുദ്ധിയാക്കി കൊടുക്കുന്ന, വളരെ അതീന്ദ്രിയത വളർത്തുന്ന ഒരു സ്വഭാവം കാണിക്കും. അതുപോലെ തന്നെ പാപഗ്രഹങ്ങളായ ശനിയുടെ കൂടെ ചേർന്നാലും ചൊവ്വയുടെ കൂടെ ചേർന്നാലും സൂര്യചന്ദ്രന്മാരുടെ കൂടെ ചേരാൻ പാടാത്ത ഗ്രഹമാണ് രാഹു കേതുക്കൾ. ഒരു സംശയമില്ല അതിൽ. പക്ഷേ പാപഗ്രഹങ്ങളായ ശനിയുടെ കൂടെയോ ചൊവ്വയുടെ കൂടെയോ ഒറ്റയ്ക്ക് കേതു ചേർന്ന ശനി ശുഭനാവും. പാപത്വം നശിച്ച് ശുഭത്വം വരും. കേതു ചേർന്ന ചൊവ്വ പാപത്വം നശിച്ച് ശുഭത്വം വരും. അതൊരു സ്പെഷ്യൽ വിധിയാണ്. പക്ഷേ ഈ ചൊവ്വയിനെ ശനി നോക്കാനോ അതുപോലെ കേതു ചേർന്ന ശനീനെ ചൊവ്വ നോക്കാനോ പാടില്ല. അപ്പോൾ ആ ശുഭത്വം നഷ്ടപ്പെടും. അതുകൊണ്ട്
തനിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ ചൊവ്വയുടെയോ ശനിയുടെയോ പരസ്പര ദൃഷ്ടിയില്ലാതെയാണ് അവർ തമ്മിൽ നിൽക്കുന്നത്. അവിടെ കേതു യോഗം ഉണ്ടെങ്കിൽ ആ ഗ്രഹം ശുഭനാവും എന്നുള്ളതാണ് ഒരു വിധി. അതുപോലെ തന്നെ കേതു സന്യാസത്തിനൊരു കാരണമാണ്. ഭക്തി അല്ലെങ്കിൽ ആത്മീയതയുടെ പ്രധാന ഗ്രഹങ്ങളിൽ ഒന്ന് ഗുരു ശനി കേതു യോഗങ്ങളാണ്. ഗുരു ശനി കേതു തമ്മിൽ എങ്ങനെയെങ്കിലും ബന്ധം വരുന്നുണ്ടെങ്കിൽ അത് ആത്മീയത വർദ്ധിപ്പിക്കുന്നതാണ്. രാഹു വന്നു കഴിഞ്ഞാൽ ആത്മീയത ഇല്ലാതാക്കും. രാഹു ഗുരുവുമായ ശനിയുമായി ചേരുന്നത് ആത്മീയതയെ ഇല്ലാതെ ചെയ്ത് ഭൗതികതയെ കാണുന്നതാണ്. രാഹുവിൻ്റെ ഒരു സ്വഭാവം പാസ്റ്റ് നോക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞതിനെ ഒന്നും ചിന്തിക്കില്ല. നാളെ ഭോഗ സ്വഭാവമാണ്. നാളെ എന്ത് ചെയ്യാം, നാളെ എങ്ങനെ ജീവിക്കാം, നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുന്ന ഗ്രഹമാണ് രാഹു. എങ്കിൽ പാസ്റ്റിനെ ശ്രദ്ധിക്കുന്ന ഗ്രഹമാണ് കേതു. ആത്മീയത, നമ്മൾ എങ്ങനെ വന്നു, നമ്മൾ എവിടുന്ന് വന്നു എന്ന കാര്യങ്ങളിലാണ് കേതു ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കേതു വളരെ രസമുള്ളൊരു ഗ്രഹമാണ്. അതുകൊണ്ടാണ് കേതുവിനെ കുറിച്ച് ആത്മീയത തരുന്ന ഗ്രഹമാണ്. അതീവ ജ്ഞാനം തരുന്ന, ബുധൻ്റെ കൂടെയൊക്കെ ചേരുമ്പോൾ അതീവ ജ്ഞാനം തരുന്ന ഒരു ഗ്രഹമാണ്. കേതുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, മെമ്മറിയിൽ വരുന്നുള്ളതും വരാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കേതു ഒരു ഭാഗിക ശുഭഗ്രഹമാണ്. അത് വിശേഷമായിട്ട് കന്നി, വൃശ്ചികം, അതുപോലെ കുംഭം രാശികളിൽ സ്വതേ ശുഭത്വമുള്ള ഒരു ഗ്രഹമാണ് കന്നിയിലെ കേതു. അതുപോലെ വൃശ്ചികത്തിലെ കേതു, കുംഭത്തിലെ കേതു ദോഷം അധികം തരുന്നത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കേതു ആരംഭകാരകനാണ്. നമുക്ക് അതിൻ്റെ നാഥൻ ഗണപതിയാണ്. അതുപോലെ തന്നെ കേതു 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുന്നത് നല്ലതാണ്. 3, 6, 11 വേറൊരു ദോഷം. അപ്പോൾ 3-ൽ നിൽക്കുമ്പോൾ 9-ൽ രാഹു വരും എന്നുള്ളൊരു ദോഷമുണ്ട്. അത് ദോഷം തന്നെയാണ്. പക്ഷെ ആ രാഹുവിന് ശുഭത്വം വരണം. അല്ലെങ്കിൽ കേതുവിനെ മാത്രം നമുക്ക് ജ്യോതിഷത്തിൽ പറയാൻ പറ്റില്ല. കേതുവിനെ എപ്പോൾ പറയുമ്പോഴും ഓപ്പോസിറ്റിൽ 180 ഡിഗ്രിയിൽ രാഹു വരുന്നതുകൊണ്ട് 3-ൽ നിൽക്കുന്ന കേതുവിനെ 9-ൽ നിൽക്കുന്ന രാഹു ദോഷം ചെയ്യും. അത് ശ്രദ്ധിക്കണം. കേതുവിനെ എല്ലാ ദോഷം ചെയ്യുക, ജാതകത്തിനെ 9-ാം ഭാവത്തിനെ നശിപ്പിക്കും. പക്ഷെ എന്തായാലും 3, 6, 11 ഭാവങ്ങളിൽ കേതു നിൽക്കുന്നത് നല്ലതാണ്. കേതുവിന് വർദ്ധിത ശക്തി തരുന്നതാണ്. കേതു പൊതുവെ ദോഷഗ്രഹമായിട്ട് കാണുന്നില്ല. ഈ ത്രിസന്ധ്യ, അതായത് മുക്കാൽ പാപനായ ചൊവ്വയെ പോലെയാണ് കേതുവിനെ പരിഗണിക്കുക. മുക്കാൽ പാപൻ എന്ന് പറയുമ്പോൾ ചെറിയ ശുഭത്വം കൂടി ഈ ചൊവ്വയ്ക്കുണ്ട്. ചൊവ്വ ധൈര്യം, വീര്യം എന്ന് പറയുന്ന 2 ശുഭഫലങ്ങളെ, ശുഭകാരകത്വങ്ങളെ തരുന്നതുകൊണ്ടാണ് പൂർണ്ണ പാപത്വം ഇല്ലാത്ത ചൊവ്വ. ചെറിയ ശതമാനം ശുഭത്വമുള്ള ചൊവ്വേനെ പോലെ തന്നെയാണ് കേതുവിനെയും പരിഗണിക്കുന്നത്. അത് സന്ധ്യാനേരത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന കേതുവാണ്. സന്ധ്യ പറയുന്നത് അവസാന സന്ധ്യയുണ്ട്, അതുപോലെ മോർണിംഗ് സന്ധ്യയുണ്ട്. മോർണിംഗ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ രാവിലെ പ്രഭാതത്തിലുണ്ടാവുന്ന സന്ധ്യ, പ്രഭാത സന്ധ്യയെ ആണ് കൂടുതലായിട്ട് നമ്മൾ കേതുവിൽ കാണാം. അതായത് ഒരു ഉദയം ചെയ്യാണ്, പുതിയ കാര്യം. അപ്പോൾ കേതുവിൻ്റെ ദശ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ ഛിദ്രം, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ മാറ്റി വേറൊന്ന് ചെയ്യും. നമ്മളൊരു മാറ്റത്തിന് ആഗ്രഹിക്കും. കേതു അങ്ങനെയാണ്. പുതിയൊരു തുടക്കം, നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നൊക്കെ മാറ്റിയിട്ട് ഇത് വേണ്ട, നമുക്ക് പുതിയതൊന്ന് ചെയ്ത് കളയാം എന്ന് തോന്നുന്ന ഒരു സ്വഭാവം കേതുവിൻ്റെ ദശാപഹാര ചിത്രങ്ങളിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ കേതു എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം എടുത്ത് നോക്കുക. ഇപ്പോൾ ദശാപഹാര ചിത്രങ്ങൾ കേതുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്തിരിക്കും. കാര്യം നിങ്ങൾ പുതിയത് തുടങ്ങാൻ, അതായത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കേതുവിൻ്റെ ദശാപഹാര ചിത്രങ്ങൾ വരുമ്പോൾ ചെയ്തിരിക്കും. അതുപോലെ വിദേശയാത്രയ്ക്ക് രാഹുവും കേതുവും ദശ നടത്തുന്ന സമയത്ത് വിദേശയാത്രയ്ക്ക് ഒരുപക്ഷെ വിദേശ യോഗം 4, 8, 12 ഭാവങ്ങളിൽ ശുഭഗ്രഹം ഇല്ലെങ്കിൽ പോലും രാഹു ചരരാശിയിലോ ഒക്കെ നിൽക്കുന്ന രാഹുകേതുക്കളുടെ ദശ വരുമ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോവാൻ സാധ്യമാവും എന്നുള്ളതാണ്. അപ്പോൾ കേതുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. കേതുവിനെക്കുറിച്ച് മിനിമം, അത് രാഹുവിനെ പോലെ ദോഷം തരുന്ന ഒരു ഗ്രഹമല്ല. സന്ധ്യാസമയത്തെ, അതായത് പ്രഭാത സന്ധ്യയെ കാണിക്കുന്ന ഗ്രഹമാണ്. ജീവിത ആരംഭത്തെ അല്ലെങ്കിൽ തുടക്കത്തെ അല്ലെങ്കിൽ വർധനവിനെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ്. അതിൻ്റെ ഗ്രഹനാഥൻ ഗണപതിയാണ്. തീർച്ചയായിട്ടും ഗണപതി എന്ത് കാര്യത്തിൻ്റെയും ആരംഭത്തിൽ ഉപയോഗിക്കുന്നതാണ്. അശ്വതി മുതലുള്ള നക്ഷത്രക്രമത്തെയും ഞാൻ പറഞ്ഞു. അത് വിശേഷമായിട്ട് അശ്വതി, മകം, മൂലം എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങളുടെ നാഥൻ കേതുവാണ്. 7 വർഷമാണ് കേതുവിൻ്റെ ദശ സമയം എന്ന് പറയുന്നത്.
അപ്പോൾ കേതു വിശേഷമായിട്ട് ഗുരുവിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദോഷം ചിന്തിക്കരുത്. കേടയോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ്. ഗുരുവിന് പാപദൃഷ്ടികളൊന്നും വരാൻ പാടില്ല. ഇതെല്ലാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ശുഭങ്ങളൊക്കെ കേതു തരും. ഇതെങ്ങനെ തരും? ലഗ്നം ലഗ്നാധിപൻ്റെ ഫലത്തിനനുസരിച്ചുണ്ടാവും. നിങ്ങൾക്ക് യോഗദശകൾ നടക്കുന്നുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേതുദശ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുധൻ കഴിഞ്ഞ് ശുക്രനും ഇതിനിടയിൽ വരുന്ന ദശയാണ്. അപ്പോൾ കേതു കഴിഞ്ഞിട്ടാണ് ശുക്രൻ വരിക. അപ്പോൾ ആ കേതു ദശ എന്ന് പറയുന്നത് പുതിയൊരു തുടക്കം. മിക്കവാറും ശുക്രൻ അനുകൂലമായി 1, 5, 9 ഭാവാധിപനായി നിൽക്കുന്ന ജാതകങ്ങളിൽ കേതു ദശ വരുമ്പോൾ തീർച്ചയായിട്ടും കേതു ഒരു പുതിയ മാറ്റത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് ശുക്രദശയിൽ നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ച് തരിക. അങ്ങനെയാണ്. കേതു എപ്പോഴും തുടക്കത്തിൻ്റെ കാരകനാണ്. അതുകൊണ്ട് തന്നെ കേതുവിനെക്കുറിച്ച് നല്ലത് ചിന്തിക്കേണ്ട ഗ്രഹമാണ്. കേതുവിന് രാഹുദോഷം അല്ലെങ്കിൽ രാഹു കാലം എന്ന് പറയുന്ന പോലെ കേതു കാലമൊന്നുമില്ല. കേതുവിന് യാതൊരുവിധ കാരകത്വങ്ങളും പറയുന്നില്ല. ഇതാണ് കേതുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. സന്ധ്യാ സ്വഭാവം എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പ്രഭാത സന്ധ്യയാണ്. എന്തിൻ്റെയും തുടക്കത്തിൻ്റെ കാരകനാണ് കേതു. ഓക്കെ, നമസ്തേ.